ഓൺലൈൻ ടാക്സികളുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ്. സർവീസ് ലഭ്യത പരിമിതമായതോടെ യാത്രാ നിരക്ക് ഇരട്ടിയായി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂട്ടത്തോടെ കാറുകൾ ഓഫ്ലൈനാക്കിയാണ് സമരം. കമ്പനികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സർക്കാർ ഇടപെടൽ വേണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നു. ഓൺലൈൻ ടാക്സി സമരം രണ്ടാം ദിനവും തുടരുന്നു. അനിശ്ചിതകാല ഓഫ്ലൈൻ സമരമാണ് പുരോഗമിക്കുന്നത്. ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ടാക്സി ഡ്രൈവർമാരാണ് സമരം തുടരുന്നത്. ക്യാബ് ലഭ്യത പരിമിതമായതോടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ യാത്രാ നിരക്കിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. നിരക്ക് പരിഷ്കരണമടക്കം 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആവശ്യങ്ങൾ കമ്പനികൾ പരിഗണിക്കണമെന്ന് സമരസമിതി. കടുത്ത തൊഴിൽ ചൂഷണമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ടാക്സി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ വേതനവും സേവനവും എല്ലാം നിജപ്പെടുത്തുന്നതിനും ക്രമപ്പെടുത്തുന്നതിനും ഒക്കെയായിട്ടുള്ള നിയമനിർമ്മാണം അനിവാര്യമാണ്. മാനേജ്മെൻറ്റുകൾ തൊഴിലാളികളോട് ന്യായമായ കൂലി നൽകാൻ തയ്യാറാകുന്ന ഒരു തൊഴിൽ സംസ്കാരം കൊണ്ടുവരണം. അതിന് ഗവൺമെൻറ് ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സമരം അവസാനിപ്പിക്കാനുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾക്ക് കമ്പനികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ചർച്ച ചെയ്ത് തുടർ തീരുമാനമെടുക്കുമെന്ന് സമരം നടത്തുന്ന സംഘടനകളുടെ കൂട്ടായ്മ വ്യക്തമാക്കി. റിപ്പോർട്ടർ, കൊച്ചി.